ഇപ്പൊ ഒരു ടെക്സ്റ്റൈൽസിനാണ് വന്നേക്കണേ. ഇപ്പൊ ടെക്സ്റ്റൈൽസിന്റെ റാക്ക് സെറ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ACP വെച്ചാണ് ചെയ്യണത്. ഇപ്പൊ ACP വെച്ചിട്ട് റാക്ക് സെറ്റിംഗ് അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന A to Z ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന്റെ A to Z ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പൊ റാക്ക് സെറ്റ് ചെയ്യാനുള്ള സെക്ഷൻ നമ്മൾ ഒന്നരക്കൊന്ന് വിത്തൗട്ട് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ക്ലീറ്റുകളെല്ലാം നമ്മൾ ഉള്ളിലാണ് വെച്ചിട്ടുള്ളത്, കൗണ്ടർ ചെയ്തിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. സാധാരണ ACP വർക്കിൽ പുറത്തൊക്കെ ക്ലീറ്റ് വെക്കുക, നമ്മളിപ്പോൾ ഇതിലെല്ലാം ഉള്ളിലാണ് വെച്ചിട്ടുള്ളത്. അതിനുശേഷം 4 അടി ഗ്യാപ്പിലാണ് നമ്മത് ഭിത്തിയിലേക്ക് ഫിക്സ് ചെയ്തേക്കുന്നത്. ഇതിന്റെ അടിയിലെ വീതി 22 ഇഞ്ചും മുകളിലെ വീതി 16 ഇഞ്ചാണ് കൊടുത്തത്. ഹൈറ്റ് 8 അടിയും, അതായത് ഒരു 8-4 കറങ്ങി വരുമ്പോൾ കിട്ടാവുന്ന രീതിയിലാണ് നമ്മൾ ഇതിന് സെറ്റ് ചെയ്തത്. അപ്പൊ അതിനുശേഷം നമ്മൾ ഒരു സെക്ഷൻ പിടിപ്പിക്കണം, തട്ടിന്റെ സെക്ഷൻ പിടിപ്പിക്കുക. അതൊരു 14 ഇഞ്ച് വീതിയിലാണ്, ഹൈറ്റിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. കൃത്യം ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് നമ്മൾ അതിൽ ഇട്ടിട്ടുണ്ട്. കാരണം ഈ ഫ്രണ്ടിൽ വെച്ചിട്ടുള്ള നീളത്തിൽ വെച്ചിട്ടുള്ള സെക്ഷനിൽ ACP അടിക്കുമ്പോൾ കൃത്യമായിട്ട് ഉള്ളിലേക്ക് കയറി പോകാനുള്ള ഗ്യാപ്പ് കണ്ടിട്ടാണ് അത് വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ അത് കൊതയൊക്കെ എടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മളൊരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ ഗ്യാപ്പ് അതിൽ കൃത്യമായിട്ട് വെക്കണം. അപ്പൊ നമ്മുടെ ഫ്രെയിമിന്റെ സെറ്റിംഗ് ഏതാണ്ട് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ അതിൽ ACP ഷീറ്റ് റൂട്ട് അടിച്ച് സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ബാക്കിയുള്ളത്. അപ്പോൾ അത് അടുത്തത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ACP ഷീറ്റ് റൂട്ട് ചെയ്ത് എങ്ങനെയാണ് വെക്കുന്നതെന്നും അത് സ്ക്രൂ ചെയ്യുന്നത് എങ്ങനെയാണെന്നും നോക്കാം. കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ ഒട്ടിച്ചാണ് ചെയ്യണത്. അതായത് സ്ക്രൂ ഒരിക്കലും വിസിബിൾ ആവരുത്, കാണരുത്. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇതിന്റെ വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഫ്രെയിമിന് വേണ്ട ഷീറ്റ് റൂട്ട് അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് അതിൽ ഫിറ്റ് ചെയ്യാം. അപ്പൊ ആദ്യം 2 പോർഷൻ ആയിട്ടാണ് നമ്മൾ റൂട്ട് അടിച്ച് വെച്ചേക്കുന്നത്. മടക്കാം, എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടാം. ഇതിലേക്ക് കയറ്റി ഫിറ്റ് ചെയ്യുന്നതാണ് അടുത്ത പരിപാടി. അപ്പൊ ഷീറ്റ് നമ്മൾ ഇതില് ഫിക്സ് ചെയ്തിട്ടുണ്ട്, സ്ക്രൂ ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇപ്പൊ ഫിറ്റ് ചെയ്താണ്. 1, 2, ഇനി ബാക്കിയുള്ള പോർഷനിൽ കൂടി ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഫസ്റ്റ് പോർഷൻ റെഡിയായി. അതിനുശേഷം നമ്മൾ ഇതിലെ തട്ട് തിരിക്കുക എന്ന പരിപാടി. അപ്പൊ നമ്മളിത് റൂട്ട് ചെയ്ത് ക്ലിയർ ആക്കി റെഡിയാക്കി ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ മെയിൻ പരിപാടി. 1.5 സെക്ഷൻ പിടിപ്പിക്കുക, അതിനുശേഷം റൂട്ട് ചെയ്ത് ഷീറ്റ് പിടിപ്പിക്കുക. ബാക്കി ഇനി 2 പിടിപ്പിക്കാനുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിന്റെ ഫ്രണ്ടിലായിട്ട് 1.5 സെക്ഷൻ തന്നെ വെച്ചിട്ടാണ് പിടിപ്പിച്ചിട്ടുള്ളത്. ക്ലീറ്റ് വെച്ചിട്ട് 1.5 സെക്ഷൻ തട്ടുകളിലായിട്ട് പിടിപ്പിക്കുക. സ്ക്രൂ ഒക്കെ കൗണ്ടർ ചെയ്ത് തന്നെ വെക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഷീറ്റ് റൂട്ട് ചെയ്ത് വെക്കുമ്പോഴും അത് ക്ലിയർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് തട്ട് റെഡിയാക്കി വെക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇതിന്റെ സൈഡിലും നമ്മൾ 1.5 സെക്ഷൻ വെച്ചിട്ട് തട്ടുകളിൽ സ്ട്രോങ് ആക്കാൻ വേണ്ടി സൈഡും പിടിപ്പിക്കുക. അപ്പൊ നമ്മളിതില് ഫ്രണ്ടിൽ ഒരു പീസ് പിടിപ്പിച്ചിട്ടുണ്ട്. അതിന് സപ്പോർട്ടായിട്ട് ഒരു പീസ് സെന്ററിൽ പിടിപ്പിച്ചിട്ടുണ്ട്. 2 സൈഡിൽ ഡയറക്റ്റ് ആയിട്ട് ACPയിലേക്ക് സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് 1.5. അപ്പൊ അങ്ങനെയാണ് ഈ തട്ടിന്റെ സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അടുത്തതായിട്ട് റൂട്ട് ചെയ്ത ഷീറ്റാണ്. ഇങ്ങനെ റൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഷീറ്റ് അതിലേക്ക് കയറ്റുന്നത്. അപ്പോ ഇങ്ങനെ ഷീറ്റ് റൂട്ട് ചെയ്തിട്ട് ആണ് രണ്ടാമതായിട്ട് ഇതിലേക്ക് ഷീറ്റ് അടിയില് സ്ക്രൂ ചെയ്താണ് പിടിപ്പിക്കുന്നത്. മറ്റുള്ള ഭാഗത്തൊന്നും സ്ക്രൂ ഇല്ല. ഇതിലേക്ക് ഷീറ്റ് ആഡ് ചെയ്യണത്. ബാക്കി കുറച്ച് വർക്കുകൾ ഏതാണ്ട് ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ തട്ടുകൾ പിടിപ്പിക്കാൻ മാത്രമേ ബാക്കിയായിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് സ്റ്റിക്കർ റിലീസ് ചെയ്ത് സിലിക്കോണൊന്ന് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ ഷീറ്റുകളൊക്കെ അടിച്ച് നമ്മുടെ തട്ടിന്റെ പണി ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ളത് അതിലുള്ള സ്റ്റിക്കർ റിമൂവ് ചെയ്യുക, പിന്നെ സൈഡിലുള്ള ഗ്യാപ്പുകൾ സിലിക്കോൺ വെച്ച് ഫില്ല് ചെയ്യുക. അത് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ സ്റ്റിക്കർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിൽ നമ്മൾ ഷീറ്റ് 3 കളറാണ് കൊടുത്തിട്ടുള്ളത്. പാർട്ടിക്ക് നല്ല കളർഫുൾ ആവണം എന്നുള്ള പറഞ്ഞപ്പോൾ നമ്മൾ 3 കളറാണ് കൊടുത്തിട്ടുള്ളത്. 1 വൈറ്റ്, 2 ബ്ലൂ, മൂന്നാമത്തായിട്ട് നമ്മൾ കോപ്പറും കൊടുത്തിട്ടുണ്ട്. ഈ റാക്കുകൾ മാത്രമല്ല, നമുക്ക് കുറച്ച് വർക്ക് ഉണ്ട് ഇവിടെ.
ഇതിലെ കൗണ്ടറുകളും ക്യാഷ് കൗണ്ടറും ഗ്ലാസ് ഒക്കെ ഫിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ റാക്ക് സെറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോയിൽ ഇത് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണേ. 3 കളറായപ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടെന്നാണ് തോന്നുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നൊന്ന് കമന്റ് ആയിട്ട് പറയണേ. അപ്പോൾ ഇതാണ് ക്യാഷ് കൗണ്ടർ, മറ്റുള്ളത് റാക്ക്, പിന്നെ കൗണ്ടറുകൾ. അപ്പോൾ ACP വെച്ചാണ് ചെയ്തിട്ടുള്ളത്. എല്ലാ ACP വെച്ച് ചെയ്തത്. 12mm ഗ്ലാസിന്റെ വർക്ക് ഉണ്ടായിരുന്നു ഇതിൽ, അത് ഫ്രണ്ടിലുണ്ട്. അപ്പോൾ ഇതാണ് ഇതിന്റെ വർക്ക്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ചോദിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കേ.